ഹലോ, ഞാൻ പ്രതാപൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് PDF ഫയലുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ തയ്യാറാക്കപ്പെടുന്ന MS വേഡിലെയോ എക്സലിലെയോ പവർ പോയിൻറ്റിലെയോ ഏതുമായിക്കൊള്ളട്ടെ, അതൊരു ബയോഡേറ്റയാവാം, അതല്ലെങ്കിൽ ഒരു വലിയ ടെക്സ്റ്റ് ബുക്കുകളാവാം, അതല്ലെങ്കിൽ ഒരു 1-2 പേജുകളുള്ള നമ്മുടെ ഒരു ലെറ്റർ ആവാം. അപ്പോൾ പലപ്പോഴും നമ്മൾക്ക് പല ഇടത്തും നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ കൊടുക്കുന്ന ഫയലുകൾ, കമ്പ്യൂട്ടറിൻ്റെ ഫയലുകൾ, അത് PDF രൂപത്തിൽ തരണമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതും അങ്ങനെയുള്ളതായിരിക്കും. എന്താണ് PDF ഫയൽ? അതിൻ്റെ പ്രത്യേകത എന്താണ്? PDF ഫയലിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, ഇത് എഡിറ്റ് ചെയ്യാൻ, നോർമലി നമ്മൾക്ക് ഡയറക്റ്റ് എഡിറ്റ് ചെയ്യാൻ, തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന മാറ്റങ്ങളിൽ നമുക്ക്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വച്ചിരിക്കുന്ന മാറ്ററുകൾക്കുള്ളിൽ നമ്മൾക്ക് ഒരു തരത്തിലുള്ള മാറ്റം വരുത്താൻ പറ്റാത്ത ഫയലുകളെല്ലാം PDF രൂപത്തിലായിരിക്കാം. 2, ഇതിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടാവാം. നമ്മളിപ്പോൾ 100, 1000, 5000 പേജുകൾ തയ്യാറാക്കിയിരിക്കുന്ന വലിയൊരു വേഡിൻ്റെ ഫയലിനെ PDF രൂപത്തിൽ മാറ്റുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി കുറച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ഫയൽ സൈസിലേക്ക് നമുക്ക് കിട്ടുന്നതാണ് PDF എന്ന് പറയുന്നത്. പിന്നൊന്ന്, ഇത് പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫയൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമ്മൾക്കത് കൊണ്ടു നടക്കാൻ പറ്റും. എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഫയലിൻ്റെ സൈസ് ചെറുതാക്കി അതിനൊരു പ്രത്യേകിച്ച് പ്രോഗ്രാം ഇല്ലാതെ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിലൂടെയോ ഗൂഗിൾ ക്രോമിലൂടെയോ മോസില്ലയിലൂടെയോ തന്നെ നമ്മൾക്ക് PDF ഫയലുകളെ കാണാൻ കഴിയും. MS വേഡിൽ തയ്യാറാക്കിയ ഒരു ഫയൽ MS വേഡിൽ മാത്രമേ നമുക്കത് തുറക്കാൻ കഴിയുന്നുള്ളൂ. MS എക്സലിൽ തയ്യാറാക്കിയ ഫയൽ MS എക്സലിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷേ ഇതിനെ സംബന്ധിച്ച് അതിനൊരു പ്രത്യേകിച്ച് പ്രോഗ്രാമുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് കാണാൻ കഴിയും. ഇപ്പോൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിലോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിലോ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതിനു മുമ്പ് ഒരു PDF വ്യൂവർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാത്രമേ PDF കാണാൻ കഴിയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സംവിധാനത്തിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾക്കുള്ളിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് PDF ഫയലിനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു. നമ്മളെപ്പോഴും ഒരു ബയോഡേറ്റ അയക്കുമ്പോൾ പല കമ്പനികളും ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ ബയോഡേറ്റ ഒരു PDF ഫയലാക്കിയാണ് അയക്കേണ്ടതെന്നാണ് ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം, കൂടുതൽ മെമ്മറി ഉപയോഗിക്കാതെ വളരെ വേഗതയിൽ അവർക്ക് ആ ഫയലിനെ ഓപ്പൺ ചെയ്യാനും വ്യൂ ചെയ്യാനും അവർക്ക് പറ്റുമെന്നുള്ളതാണ്. ഈ വീഡിയോയിൽ എങ്ങനെ നമ്മൾക്ക് MS വേഡിലോ എക്സലിലോ പവർ പോയിൻറ്റിലോ അതല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ ഫോട്ടോസുകൾ, ക്യാമറയിലെടുത്തതോ അതല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ക്യാമറയിലെടുത്തതോ ആയ ഫോട്ടോസുകൾ, അത് നോർമലി പല ഫോർമാറ്റുകളിലും മെമ്മറി കുറച്ചുകൊണ്ടായിരിക്കും നമ്മൾ സേവ് ചെയ്ത് സൂക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എടുത്തിരിക്കുന്ന ക്യാമറയിലെ പിക്ചറുകൾ ഒന്നുകിൽ അതൊരു JPG ഫോർമാറ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ PNG ഫോർമാറ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ TF എന്ന് പറയുന്ന ഫോർമാറ്റ്. അങ്ങനെ പല പിക്ചർ ഫോർമാറ്റുകളുണ്ട്. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് JPG ഫോർമാറ്റിലായിരിക്കും എപ്പോഴും. അങ്ങനെയുള്ള പിക്ചറുകളെയും നമ്മൾക്ക് JPGയിൽ നിന്ന് PDF കൺവേർട്ട് ചെയ്യാം. അത് ചെയ്യുന്നത് ഒന്നുകിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ PDF കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ സ്റ്റോർ ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്ത് സൂക്ഷിക്കുക. അതല്ല, ഇപ്പോഴും നിലവിൽ നമ്മൾക്ക് ഏറ്റവും വളരെ വേഗതയിൽ ഇൻ്റർനെറ്റിലൂടെ തന്നെ, ഓൺലൈനിലൂടെ തന്നെ നമ്മൾ തയ്യാറാക്കിയ ഏത് ടൈപ്പിലുള്ള ഫയലിനെയും ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്ത് PDF ആക്കാൻ പറ്റും. PDF നമുക്ക് അങ്ങനെയുള്ള ഓൺലൈൻ വെബ്സൈറ്റുകൾ, പല പ്രവർത്തനങ്ങൾ PDF ഫയലിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയും. ഒന്ന് ഫയൽ കൺവെർഷനാണ്. ഒരു പ്രോഗ്രാമിൽ നിന്ന് PDF കൺവേർട്ട് ചെയ്യാം. അങ്ങനെയുള്ള PDF ഫയലിനെ വീണ്ടും തിരിച്ച് നമുക്ക് MS വേഡിലേക്കോ എക്സലിലേക്കോ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ അങ്ങനെ വരുന്ന ഫയലുകൾ ഒരു പിക്ചർ രൂപത്തിലായിരിക്കും, നമുക്കൊന്നും മോഡിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ഓൺലൈൻ വെബ്സൈറ്റുകളും നമുക്ക് എഡിറ്റബിൾ രൂപത്തിൽ തന്നെ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തത് PDF ഫയലുകളെ മെർജ് ചെയ്യാം. 2 അതിലധികമോ PDF ഫയലുകൾ ഒറ്റ ഒരു ഫയലാക്കി മാറ്റുന്ന പ്രവർത്തനത്തിനെയാണ് ഫയൽ മെർജിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് PDF സ്പ്ലിറ്റിംഗ് ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 10, 500, 1000 പേജുകളുള്ള വലിയ ഒരു PDF ഫയലിനെ 2 അതിലധികമോ ഫയലുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്.
പേജ് ഡിലീറ്റ് ചെയ്യുക. നമ്മൾക്ക് ആവശ്യമുള്ള PDF പേജുകൾ നിലനിർത്തി ആവശ്യമില്ലാത്തവയെ ഒഴിവാക്കുന്ന പ്രവർത്തനം അതവിടെ നമുക്ക് മെൻഷൻ ചെയ്യാം. ഇന്ന പേജ് മുതൽ ഇന്ന പേജ് വരെ എന്നുള്ളത് മെൻഷൻ ചെയ്യാതെ നമ്മൾ MS വേഡിലൊക്കെ പ്രിൻ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ 100 പേജ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് 1 മുതൽ 10 വരെയുള്ള പേജാണ് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. 1 ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു ഹൈഫൻ അതിനുശേഷം 10 എന്ന് ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് പറഞ്ഞാൽ 1 മുതൽ 10 വരെയാണ്. എന്നാൽ നമുക്ക് 1-ാമത്തെ പേജും 5-ാമത്തെ പേജും 6-ാമത്തെ പേജും പ്രിൻ്റ് ചെയ്താൽ മാത്രം മതി 100 പേജിൽ നിന്ന്. അപ്പോൾ നമ്മൾ 1 ശേഷം കോമ കൊടുക്കുക, 5-ന് ശേഷം കോമ കൊടുക്കുക, അതിനുശേഷം 10 കൊടുത്തു കഴിഞ്ഞാൽ 1-ാമത്തെ പേജും 5-ാമത്തെ പേജും 10-ാമത്തെ പേജും മാത്രമേ നമുക്ക് 100 പേജുകൾക്കുള്ളിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത് തരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾക്ക് ആവശ്യമുള്ള പേജുകളെ മാത്രം നിലനിർത്തി ബാക്കിയുള്ള PDF-ൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്ത് വേറൊരു PDF ഫയലാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ പേജ് ഡിലീഷന് വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റ് യൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് ലഭ്യമായിരിക്കുന്ന PDF ഫയലിനകത്ത് നമ്പറിംഗ് ഇല്ലെങ്കിൽ നമ്പർ ക്രിയേറ്റ് ചെയ്യാനും നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓൺലൈൻ സംവിധാനത്തിലൂടെ. അടുത്തത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എഡിറ്റിങ്ങും ഫയൽ കൺവെർഷനും വളരെ യൂസ്ഫുള്ളാണ്. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ വളരെ സ്മാർട്ടായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന PDF ഫയലിനെ MS ഫയലിനെയോ അല്ലെങ്കിൽ PDF ഫയലുകളെയോ കൺവെർട്ട് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന മിക്ക ഫയലുകളും ആ രൂപത്തിലായിരിക്കും. അങ്ങനെ വരുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് ഓൺലൈനിലൂടെ നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറോ ഗൂഗിൾ ക്രോമോ മോസില്ലയോ നമ്മൾ യൂസ് ചെയ്യുക. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ വേഡിൻ്റെ ഒരു ഫയലിനെ PDF-ലേക്ക് മാറ്റാനാണെങ്കിൽ വേഡ് ടു PDF എന്ന് നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾക്ക് നിരവധി വെബ്സൈറ്റുകൾ നമുക്ക് ഓൺലൈനിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ നോക്കുക, ചില വെബ്സൈറ്റുകൾ പേയബിളാണ്, ചിലത് നോൺ പേയബിളാണ്. നോൺ പേയബിൾ ഫ്രീ ആയിട്ടുള്ള ഓൺലൈൻ വെബ്സൈറ്റ് എടുക്കുക. അവിടെ നമ്മൾ കൺവെർട്ട് ചെയ്യാനുള്ള MS വേഡ് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺവെർഷൻ പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഈ ഓൺലൈൻ വെബ്സൈറ്റിനകത്ത് മെർജ് ചെയ്യാൻ പറയുന്നുണ്ട്, സ്പ്ലിറ്റിംഗ് പറ്റുന്നുണ്ട്, കംപ്രസ് 10,000 5,000 പേജുള്ള ഒരു PDF ഫയല് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി ഒരുപാട് വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫയലിൻ്റെ സൈസ് ചെറുതാക്കി PDF ആക്കണമെന്നുണ്ടെങ്കിൽ അത് കംപ്രസ് PDF പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ PDF ടൂൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ആവശ്യമുള്ള ഏത് പ്രോഗ്രാമിനുള്ള PDF ഫയലുകളെയും PDF ആക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ചിലത് ലോക്ക്ഡ് ആയിരിക്കും. ഇപ്പം നമുക്ക് ബാങ്കിൽ നിന്നൊക്കെ വരുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ലോക്കാണ്. അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇന്ന രീതിയിൽ നമ്മൾ പാസ്വേഡ് കൊടുക്കാൻ വേണ്ടി അവർ പറയുന്നുണ്ട്. അത് കൊടുത്താലേ നമുക്ക് ആ ഫയൽ കാണാൻ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള ആ PDF ഫയൽ നെക്സ്റ്റ് ടൈമിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പാസ്വേഡ് വേണ്ടാന്നുണ്ടെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്താൽ മതി. അൺലോക്ക് PDF പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ നമുക്കൊരു PDF ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ പ്രൊട്ടക്റ്റ് PDF പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് അയാൾക്ക് അയച്ചു കൊടുക്കുന്ന ആൾക്ക് മാത്രമേ അത് വ്യൂ ചെയ്യാൻ പറ്റൂ. അതിന് നമ്മൾ പാസ്വേഡ് നമ്മൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വാട്ടർമാർക്ക് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ PDF എഡിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഓൺലൈൻ സൈറ്റിലൂടെ, ഈ ഓൺലൈൻ വെബ്സൈറ്റിലൂടെ. ആ സൈറ്റിൻ്റെ പേരാണ് I Love PDF. ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്താൽ മതിയാവും. അടുത്തത് നമുക്ക് എങ്ങനെ ഒരു PDF ഫയലിനെ എഡിറ്റ് ചെയ്യാം. നമുക്കൊരു ഓൺലൈനിൽ നമ്മൾ ഡൗൺലോഡ് എടുത്ത ഒരു ഫോമുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ വിവരങ്ങൾ ഫില്ല് ചെയ്യേണ്ടി വരിക. നമ്മൾ നോർമലി ഹാൻഡ് റൈറ്റിങ്ങിലൂടെ നമ്മൾ പേന വെച്ച് എഴുതി ചേർക്കുകയാണ്. അതിന് പകരം നമുക്ക് വളരെ നീറ്റായിട്ടും ക്ലീനായിട്ടും ആ ഓൺലൈൻ ഫോമിനെ നമുക്ക് ഡേറ്റകൾ അതിനകത്തേക്കുള്ള വിവരങ്ങൾ ഫില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇതേപോലെ ഓൺലൈൻ വെബ്സൈറ്റുകൾ നമുക്ക് ലഭ്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് PDF എഡിറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെബ്സൈറ്റുകൾ വരുന്നു. അതിൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സെദ്ദ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. അത് വളരെ ഈസിയാണ് നമ്മൾക്ക് ചെയ്യാൻ. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതാണ് ഫയൽ എന്നുള്ളത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഫോമിനെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് ഈസി ആയിട്ട് ഇതാണ് ഇവിടെ നമുക്ക് ടെസ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ പറയാം. എന്നിട്ട് ഫോട്ടോ സെറ്റ് ചെയ്യാനുള്ളതുണ്ട്. അവിടെ നമുക്ക് ഇമേജുകളെ ഇൻസെർട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ പുതിയത് ക്രിയേറ്റ് ചെയ്യാനുള്ളതും ആൾറെഡി സ്കാൻ ചെയ്തതും എല്ലാം നമുക്ക് ഇവിടുന്ന് എടുക്കാം. അതിനുശേഷം അപ്ലൈ ചേഞ്ച് പറഞ്ഞ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും.
ഇവിടെ നമുക്ക് ടിക്ക് സിമ്പലും മെയിലും എല്ലാം നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് ഇവിടെ തന്നെ വരുന്നുണ്ട്. നമ്മൾ ഫോം എടുത്താൽ മതി, ടിക്ക് സിമ്പൽ കൊടുത്തു കഴിഞ്ഞാൽ ടിക്ക് ആവുന്നുണ്ട്. ഏതാ വേണ്ടുന്നത്, നാഷണാലിറ്റി ടൈപ്പ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഏത് കാറ്റഗറിയാണ് അതെല്ലാം നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. റിലീജിയൻ ടൈപ്പ് ചെയ്യാൻ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓൺലൈനിലൂടെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇത് അപ്ലൈ ചേഞ്ചസ് പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഡൗൺലോഡിലേക്കാണ് പോകുന്നത്. അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആ ഫയൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാനാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിനകത്തുള്ള ബെൽ ബട്ടനൂടെ ഓണാക്കി ഇട്ടാൽ മതി. ഓക്കേ.